ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകട്ടെ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായ രീതിയിൽ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മളൊരു എക്സസൈസിലുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്ലോത്ത് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ 4 ആയിട്ടാണ് ക്ലോത്ത് ഫോൾഡ് ചെയ്യൽ കേട്ടോ. അങ്ങനെ ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ആയി കിടക്കുന്ന ആ ഭാഗമല്ലേ, ഫോൾഡായി കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓപ്പണായി കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് പേപ്പർ ആകുമ്പോൾ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആയിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ 4 ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ക്ലോത്ത് എടുക്കുന്ന സമയത്ത് 4 ആയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കുക. ഒരു എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകട്ടെ. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ടാപ്പ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു പോവാം. അപ്പോൾ ടാപ്പാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആ വൈറ്റ് സൈഡ് വരുന്നില്ല, അതിൽ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ കട്ടിങ്ങിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ ഏകദേശം 7 കൊടുത്തിട്ടുള്ളത് കേട്ടോ. 7 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആം ഹോൾ നമ്മൾ 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 7.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ക്ലോത്ത് 4 ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആം ഹോൾ 7.5 ഇഞ്ച് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 3 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫ്രണ്ട് നെക്കിന് 5 ഇഞ്ചും അതേപോലെ തന്നെ ബാക്ക് നെക്കിന് നമ്മൾ 3 ഇഞ്ചും തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 7 വരെ നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ ഒരു സൈസ് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ചാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലാവുന്ന സമയത്ത് നമ്മൾ 3 ഇഞ്ച് തന്നെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതേപോലെ നമ്മൾ ബോക്സ് പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 3 ഇഞ്ച് മാർക്ക് ചെയ്തു, 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സ് പീസാക്കി കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കോണാക്കിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് സ്ക്വയർ ആണ് വേണ്ടിയില്ലെങ്കിൽ നമുക്ക് കോണാണ് വേണ്ടിയെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ബിഗിനേഴ്സ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റാവുന്ന നെക്ക് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് നെക്ക് തന്നെയാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മുടെ ഈ റൗണ്ട് നെക്ക്. പിന്നെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ, നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ 40 ചെസ്റ്റിൻ്റെ അളവെന്നുണ്ടെങ്കിൽ അതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് 10 ഇഞ്ച് കിട്ടുന്നത്. ആ ഒരു 10 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആ 10 ഇഞ്ച് 9 ഇഞ്ച് അങ്ങനെ പറഞ്ഞു പോകുന്നതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. എക്സസൈസിൽ ഏകദേശം നമ്മൾ 10 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 4 ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനോട് പ്ലസ് 2 നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൂസ് കൊടുക്കുന്നുണ്ട്, 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1.5 ഇഞ്ച് ആം ഹോളിലേക്ക് ഇതേപോലെ നമ്മൾ കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നൊരു ഷേപ്പ് ചെയ്ത് കർവ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും കൂടി ബിഗിനേഴ്സിനെ എളുപ്പമാക്കാൻ നമ്മൾ ഇതേപോലെ തന്നെ സ്കെയിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതേപോലെ കർവ് കാര്യങ്ങളൊക്കെ വരയ്ക്കാനുള്ള സ്കെയിലുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഇതേപോലെ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഒന്ന് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ആ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുളിവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. അത് ഫ്രണ്ട് പോർഷനിലേക്കാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടി 10 ഇഞ്ചാണ്. പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ വേസ്റ്റ് അതേപോലെ തന്നെ ഹിപ്പ്, ആ 3 സെക്ഷനാണ് നമ്മളെ മെയിൻ ചുരിദാറിൻ്റെ കാര്യങ്ങൾ. അത് 3ഉം കറക്റ്റായാൽ തന്നെ ചുരിദാർ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഹിപ്പ് 18 മുതൽ നമുക്ക് 21 വരെ വരും. അത് നമ്മുടെ ഹൈറ്റ് കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരുമ്പോൾ ചേഞ്ചസ് വരാം കേട്ടോ. അപ്പം 18 ഇഞ്ചിലാണ് നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ
ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 18 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമുക്ക് അവിടെ എത്രയാണോ നമ്മുടെ അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അളവ് കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് 10 കൊടുത്തത്. വേസ്റ്റ് നമുക്ക് 9 ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് 9 ഇഞ്ച്, 1 ഇഞ്ച് അതിനോട് കുറച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമുക്ക് വരുന്നത് അതിന് 4 ഒരു ഭാഗമായിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എക്സൽ നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 9 ഇഞ്ച് തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മൾ 9 ഇഞ്ചും പ്ലസ് 2 നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെസ്റ്റ് നമ്മൾ 10 കൊടുത്തിട്ടുള്ളത്. 10 പ്ലസ് 2 ഒന്നുകൂടി ജസ്റ്റ് നോക്കുകയാണ്. 2 നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹിപ്പ് വരുന്ന സമയത്ത് ഹിപ്പും ഏകദേശം നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്. കാരണം 10 ഇഞ്ചും പ്ലസ് നമുക്ക് 2 ഇഞ്ച് കൊടുക്കണ്ട, 1.5 ഇഞ്ച് 1 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അവിടെ നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു വൃത്തി ഉണ്ടാവില്ല, കറക്റ്റ് ആവാതെ കുറച്ചൊരു ലൂസായിട്ട് അഴിഞ്ഞ് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 1.5 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഈ 10 ഇഞ്ച് എന്നുള്ളത് ചിലവർക്ക് സൈസ് ഹിപ്പിൻ്റെ അവിടെ കുറച്ച് കൂടുതലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് എടുത്തിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കും ചെയ്യാം കേട്ടോ. നമുക്ക് അതിൽ മാറ്റങ്ങൾ വരാം. ഇതൊരു നോർമൽ ഒരു എക്സസൈസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എല്ലാത്ത കേസിലാണ് നമ്മൾ 11 ഇഞ്ച് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അത് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് വരച്ച് പോവുകയാണ്. ആ ഒരു ലെങ്ത്താണ് നമുക്ക് താഴത്തേക്കും വരുന്ന വീതി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കുർത്തിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റാവുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ ഞാൻ എടുത്ത അളവ് മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേപോലെ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ട് വേണം ആ കൈക്കുഴിയുടെ അതും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗങ്ങളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ, ചെരിവ്, അതേപോലെ തന്നെ ആം ഹോൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോവുക. ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏറ്റവും ഫസ്റ്റുള്ള കുഴിച്ച് വെട്ടിയത് കട്ട് ചെയ്യാതെ അതിന് മുന്നിലുള്ള നോർമൽ കർവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ കുഴിച്ച് വെട്ടിയതും അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ തീരെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അത്രയും കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ബാക്ക് പാർട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലോത്ത് ആവുന്ന സമയത്ത് നമ്മൾ 4ആയിട്ടല്ലേ ഫോൾഡ് ചെയ്യുക. ഇത് ജസ്റ്റ് പേപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പം അതും നമ്മൾ അതേപോലെ തന്നെ ആ കൈക്കുഴിയുടെ ഭാഗവും ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാര്യങ്ങളെ വരുന്നുള്ളൂ. അത് നമ്മൾ നെക്ക് വെക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് മാത്രമായിട്ടുള്ള വീഡിയോ, എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുക, ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെറും സ്റ്റിച്ചിങ് മാത്രമായിട്ട് കേട്ടോ. നെക്ക് കാര്യങ്ങൾ അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ എന്ന് അറിയിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ മെഷർമെൻറ്റും അതേപോലെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത അളവ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എക്സലിൻ്റെ ഒരു നോർമൽ മെഷർമെൻറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഏതൊക്കെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെന്നും അത് എത്ര ഇഞ്ചൊക്കെയാണ് എടുത്തതെന്നുള്ളതും പറഞ്ഞു തരാം. ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ
അതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ചെസ്റ്റ് അളവ് ഡെപ്ത് കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്നുള്ളതും ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് 6 ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കൺഫ്യൂഷൻ വരുന്നവർക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാനാണ് ആഗ്രഹം, അതൊന്നും തലയിൽ കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ ഒരു സൈസിൽ, അതായത് നമുക്ക് 3, 7, 10 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എളുപ്പം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് നിങ്ങൾ എടുക്കുക. എക്സൽ സൈസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. എക്സൽ സൈസ് നോർമലായിട്ട് വരുന്ന എക്സൽ സൈസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡിൽ വരുന്ന ഒരു എക്സൽ സൈസിൻ്റെ അളവാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3 ആണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ 5 കൊടുക്കുന്നുണ്ട്, ബാക്ക് നെക്ക് 3 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ടോട്ടൽ ഷോൾഡറാണ് നമ്മൾ 7 കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ 3.5 അങ്ങനെ കൊടുക്കും. നെക്ക് 3 കൊടുത്തിട്ട് ബാക്കി 3.5 നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ ഷോൾഡർ 7 എന്ന് പറയാൻ കാരണം. പിന്നെ ആം ഹോൾ നമ്മൾ 7 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലോപ്പ് വരുന്നത് 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൽ 1/4 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റ് 10+2 ആണ്, എക്സ്ട്രാ നമ്മൾ ലൂസ് 2 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് നമ്മൾ 9+2 കൊടുത്തിട്ടുണ്ട്. 9 മാർക്ക് ചെയ്യുക, 2 മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഹിപ്പ് നമ്മൾ 10 കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ 10 എന്നുള്ളത് ചിലവർക്ക് ഹിപ്പിൻ്റെ അവിടെ കൂടുതലൊക്കെ കാണുന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് കൊടുത്തിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും. പിന്നെ ഇതിലുള്ള ടോട്ടൽ ലെങ്ത്ത്, നമ്മുടെ ഒരു എക്സൽ സൈസിൽ ലെങ്ത്ത് വരുന്നത് 46 ആണ്. ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം, കട്ട് ചെയ്തിട്ട് വേണം, എത്രയാണോ നിങ്ങൾക്ക് എത്ര ലെങ്ത്താണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സൽ സൈസിൽ നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏകദേശമുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു.